നമ്മുടെ വീട്ടിലുള്ള ബഡ് റോസുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കും പിടയ്ക്കുമൊക്കെ നല്ല നല്ല ജൈവ കീടനാശിനികളും നല്ല നല്ല ഫെർട്ടിലൈസറും ഒക്കെ ഇങ്ങനെ മാറി മാറി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബഡ് റോസിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും, നിറയെ തളിർപ്പുകളുണ്ടാവും, നിറയെ മുട്ടുകളുണ്ടാവും. നല്ല നല്ല ജൈവ കീടനാശിനി നമ്മുടെ വീട്ടിൽ തന്നെ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ജൈവ വളങ്ങളും തയ്യാറാക്കി കൊടുക്കാം. ഇതുപോലെ നല്ല കൊലയായിട്ട് ഇതൊരു ബഡ് റോസാണ്, നിലത്താണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല കട്ടയ്ക്ക് പൂക്കളുണ്ടാവുന്നത്, നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ബഡ് റോസ് നിലത്ത് വെച്ച് പിടിപ്പിക്കാവോ, നശിച്ചു പോവില്ലേ? ഇത് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ആദ്യം അടിവളം കൊടുത്തേക്കുന്നത് മണ്ണ്, മണല്, ചാണകപ്പൊടി, കുമ്മായം. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കൂടെ മണ്ണ് മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച ഇട്ടതിന് ശേഷമാണ് ഈ ഒരു ചെടി, റോസാ ചെടി നട്ടു വെച്ചേക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ നിലത്ത് നടുന്നവർ അങ്ങനെ ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒക്കെ നടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല ഫെർട്ടിലൈസറുകളും നല്ല ജൈവ കീടനാശിനിയും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് നിറയെ മുട്ടുകൾ കിട്ടും, നിറയെ പൂക്കളും ഉണ്ടാകും കേട്ടോ. നല്ല കെയറിങ് ആവശ്യമുള്ള ഒരു ചെടിയാണ് റോസാ ചെടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എന്നാലേ ഈ കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോകല്ലോ കേട്ടോ. നമ്മൾ ഒരുപാട് റോസുകളൊക്കെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് വീടുകളിൽ കൊണ്ട് വാങ്ങിച്ചു വെക്കുന്നത് അല്ലേ. ഓരോരുത്തരാണെങ്കിൽ ഒരുപാട് 3-4 വെറൈറ്റി റോസകളാണ് വാങ്ങിച്ചു വെക്കുന്നത്. ഞാൻ എപ്പോഴും പറയുകയാണ്, ഞാൻ ഒരു റോസയിലാണ് തുടങ്ങിയത് കേട്ടോ. ആ ഒരു റോസ നന്നാവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അടുത്ത റോസ വാങ്ങിച്ചു വെച്ചത്. നിങ്ങളും അതുപോലെ ചെയ്യാവുള്ളൂ. ആദ്യം ഒരു റോസ കൊണ്ടുവന്ന് നന്നായിട്ട് റിപ്പോർട്ടൊക്കെ ചെയ്തതിന് ശേഷം അത് ഹെൽത്തി ആവുന്നുണ്ടോ, അതിൽ പൂക്കളുണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത റോസ് നിങ്ങൾ കൊണ്ടുവെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും അറിയാതെ വന്നു കഴിഞ്ഞാൽ ആ റോസ നമുക്ക് നശിച്ചു പോകുന്നതായിരിക്കും. പ്രത്യേകിച്ച് ബഡ് റോസിനാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ റോസയ്ക്ക് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നുള്ള, മുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള ജൈവ കീടനാശിനിയും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു റോസയിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞ് നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് പിന്നീട് വാങ്ങിച്ചു വെച്ച റോസുകളെല്ലാം അതേ കാര്യങ്ങൾ ചെയ്ത് മാറി മാറി കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതാണ് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അതിലൊരുപാട് ഫെർട്ടിലൈസറും ജൈവ കീടനാശിനിയും ഒക്കെ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ റോസ കൊണ്ടുവച്ചിട്ട് തന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കാര്യവുമില്ല. പിന്നെ നമ്മൾ റോസയുടെ ചൂട് ഇടയ്ക്കും പടയ്ക്കും ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ് റോസയ്ക്ക്. അതുപോലെ ഈ മഴക്കാലം വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റോസയ്ക്ക് വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കരുത്, രാവിലെ ഒഴിക്കാവുള്ളൂ. ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ റോസയുടെ ഇലകളെല്ലാം മഞ്ഞ നിറമായിട്ട് വന്നിട്ട് അത് മുഴുവൻ കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ കമ്പുകൾ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു മഴ വരുന്ന നല്ല മഴയുള്ള സമയത്ത് ഒന്ന് ഷെയ്ഡിലേക്ക്, ചട്ടിയിലുള്ള ചെടികളാണ്, ഷെയ്ഡിലോട്ടൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ നല്ല വെയിൽ വരുമ്പോൾ എടുത്തൊന്നുകൂടെ വെക്കുക. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ നല്ല പൂക്കൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 3-4 വട്ടം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തളിച്ച് നമ്മുടെ റോസയിലെല്ലാം തളിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കീടങ്ങളുടെ ശല്യത്തിനൊക്കെ ഒരുപാട് കുറവ് കിട്ടും. അതുപോലെ തന്നെ അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്തിട്ട് നമ്മുടെ മണ്ണിലോട്ട് റോസയുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പോട്ടി മിക്സിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം മഞ്ഞൾപ്പൊടി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. അതുപോലെ കുരുടിച്ച പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റോസിൽ നിന്ന് ഒഴിവാക്കുക എത്രയും വേഗം. എന്നാലേ അടുത്ത തളിർപ്പിൽ നന്നായിട്ട് വലിയ മുട്ടുകളും പൂക്കളും ഉണ്ടാകത്തുള്ളൂ. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് നമ്മുടെ റോസുകൾക്ക് കിട്ടുന്നത്. ഇതെൻ്റെ ഒരു റോസ നല്ല തളിർപ്പായിട്ടുണ്ട്, പക്ഷേ കുഞ്ഞു മുട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തത്. അപ്പം നല്ലൊരു ജൈവ കീടനാശിനിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് എടുത്തേക്കുന്ന ഒരു കുണ്ട് വെളുത്തുള്ളിയാണ്. ഏകദേശം 5-8 അല്ലി വരും. ആ വെളുത്തുള്ളിക്ക് ചതച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയും നല്ലൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. വെളുത്തുള്ളിയും തൈരും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാകാൻ സഹായിക്കുന്നു. നമ്മുടെ റോസയ്ക്ക് മുരടിപ്പും അതുപോലെ തന്നെ ഇലകൊഴിച്ചിലും ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു ചെടിക്ക് നശിച്ചു പോയി പൂക്കളും മുട്ടുകളും ഉണ്ടാവാതിരിക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ജൈവ
കീടനാശിനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ട് വെളുത്തുള്ളി ചതച്ച് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു 4-5 ml വിനാഗിരിയും അതുപോലെ തന്നെ 5 ml വാട്ടറോടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത് അരി കഴുകിയ വെള്ളത്തിന് തെളി, അതായത് അരി ആദ്യം കഴുകിയ വെള്ളമല്ല, നമ്മൾ ലാസ്റ്റ് കഴുകിയെടുക്കുന്ന ആ ഒരു തെളി അതിലേക്ക് 1 കപ്പ് ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചു. ഒരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് ഡൈല്യൂട്ട് ചെയ്തത്. ഇത് നമ്മുടെ ചെടികൾക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ 1.5 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടികളുടെ ചോട്ടിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിനകത്താക്കി നന്നായിട്ട് റോസയുടെ ഇലകളിലൊക്കെ എത്തത്തക്കതും തണ്ടുകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വൈകുന്നേരങ്ങളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം മഴയുള്ളത് കൊണ്ട് ഇതൊക്കെ ചിലയിൽ നിന്നും പോകും. വൈകുന്നേരമാണ് ട്രിപ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഇല മുരടിക്കാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നല്ല പൂക്കളുണ്ടാവാനായിട്ടും മുട്ടുകൾ ഉണ്ടാകാനായിട്ടും ഒക്കെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.